അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കല്യാണ വീട്ടിലൊക്കെ നമുക്ക് അച്ചാറുണ്ടാക്കുമല്ലോ, നല്ല മാങ്ങ അച്ചാർ. അത് നമ്മൾക്ക് എങ്ങനെ ഈസിയായി തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾക്ക് ചെറുതായി കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമ്മൾക്ക് രണ്ട് ഭാഗവും ആദ്യം കട്ട് ചെയ്തിട്ട് എന്നിട്ട് നമ്മൾക്കിത് ചെറുതാക്കിയിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തെടുക്കാം. കുറച്ച് ചെനച്ച മാങ്ങയാണ് എടുത്തിട്ടുള്ളത്. അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം നോക്കുമ്പോൾ മാങ്ങ അണ്ടി മാത്രമേ ഉള്ളൂ ബാക്കിയൊക്കെ നമ്മൾ കട്ട് ചെയ്തെടുത്ത്. അപ്പോൾ നമുക്ക് അടുത്ത പരിപാടി നോക്കാം. അപ്പോൾ നമ്മളുടെ അടുപ്പൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്കൊരു ചട്ടി വെച്ച് കൊടുക്കാം. ആദ്യം നമുക്ക് 2 സ്പൂണ് ഉലുവ നമ്മൾക്ക് ഇതിലേക്ക് ഇട്ട് നന്നായിട്ട് വറുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാം. ഇതിലേക്ക് ചൂടറിയതിന് ശേഷം നമ്മളിത് പൊടിച്ചെടുക്കാം. നമ്മൾ ഇതിലേക്ക് നമുക്ക് നല്ലെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു 3/4 കപ്പ് നല്ലെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ നന്നായി ചൂടായി വന്നതിന് ശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ച മാങ്ങ ഇട്ട് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. നമുക്ക് ഇതുപോലെ ഒന്ന് വറുത്ത് കോരിയെടുക്കാം. ഇത് വറുത്തെടുത്തതിന് ശേഷം ഇത് കോരിയെടുക്കാം. നമ്മൾ കോരിയെടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ചുകൂടി എണ്ണ ഒഴിച്ച് കൊടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് കടുക്, ഉലുവ, കറിവേപ്പില, വത്തൽമുളക് ഒക്കെ ഇട്ട് കൊടുക്കാം. പൊട്ടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 2 സ്പൂൺ ഉലുവ കൂടി ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് വത്തൽമുളക് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് നന്നായി വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് കാശ്മീരി ചില്ലി കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. 10 രൂപയുടെ പാക്കറ്റാണ് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അത് ഫുള്ളായിട്ട് നമുക്ക് ഈ എണ്ണയിൽ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. അടുപ്പിലെ ചൂട് മുഴുവൻ കുറച്ചതിന് ശേഷം നമ്മൾക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാങ്ങ ഇട്ട് കൊടുക്കാം. മാങ്ങ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിലേക്കുള്ള മസാലകൾ ഇട്ട് കൊടുക്കും. കായപ്പൊടി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉലുവ നേരത്തെ വറുത്ത് പൊടിച്ച ഉലുവ നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമുക്ക് ഇത് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം. ചെറിയൊരു ചട്ടിയിൽ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് ഒഴിച്ച് കൊടുക്കണം. ചട്ടി ഒന്ന് ചൂടാകട്ടെ. എന്നിട്ട് നമുക്ക് കുറച്ച്
എണ്ണ കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത് മൊത്തത്തിൽ എണ്ണ എടുത്തിട്ടുള്ളത് 1 കപ്പ് എണ്ണയാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. നന്നായി ചൂടായതിന് ശേഷം നമ്മൾ അച്ചാറിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുക. എണ്ണ നല്ലതുപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇത് ഒഴിച്ച് കൊടുക്കുന്നത് കേട് വരാതിരിക്കാനാണ്. 2 ആഴ്ചത്തോളം കേട് വരാതെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ പറ്റിയ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് എണ്ണ ചൂടാക്കി ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതാണ് ഫൈനൽ. നമ്മൾ അപ്പോൾ റെഡി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മളുടെ അച്ചാർ. കല്യാണ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലുള്ള അച്ചാർ തന്നെയാണിത്. നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക. ഇനി നമ്മൾ ഇതുപോലുള്ള ഒരു പുതിയ വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ഗുഡ് ബൈ.